ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ആക്ച്വലി ഫുൾ മൂൺ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടുണ്ടെന്ന് ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ട് ഡേറ്റ്സ്. ഞാൻ അങ്ങനെ അത്രയൊക്കെ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം എനർജി എന്തായാലും ഇതിൻ്റെ രണ്ട് ദിവസം മുൻപും 2 ദിവസം പിൻപും ഒക്കെ എന്തായാലും ഈ ഫുൾ മൂണിൻ്റെ എനർജീസ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ കണക്കിൽ ഇപ്പം നമ്മൾ ഫുൾ മൂൺ എനർജിയുടെ ഒരു അപ്ഡേറ്റ് നോക്കുന്ന പോലെ നമുക്ക് നോക്കാമെന്ന്. ഓക്കെ, ആൻഡ് അതുപോലെ സമ്മർ സോൾസ്റ്റൈസ് തുടങ്ങുക എന്ന രീതിക്കാണ് പറയുക. എന്ന് വെച്ചാൽ പകൽ നീളം കുറയും ആൻഡ് രാത്രിക്ക് നീളം കൂടും എന്ന രീതിയിൽ. അതായത് നമ്മുടെ വെളിച്ചമുള്ള സമയങ്ങൾ കുറവും, രാത്രിക്ക് നീളം കൂടും എന്ന രീതിക്ക് അങ്ങനെയായി മാറുന്ന സമയം തുടങ്ങുന്നതാണ് 21st അത് സ്റ്റാർട്ടായി. സമ്മർ സോൾസ്റ്റൈസ് എന്നാണ് പറയുക അതിന്. ഓക്കെ, അപ്പോൾ അതും കൂടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ പകൽ നീളം കുറയല്ലേ, അതായത് വെളിച്ചമുള്ള സമയം കുറയുക എന്ന രീതിയിലാണ്. സോ അതിൻ്റെതായ ചില എനർജി മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയും. പിന്നെ നമ്മുടെ ഫുൾ മൂണും കൂടി ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും എനർജി ചേഞ്ചസ് എല്ലാവരിലും കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് നോക്കാം. ഫുൾ മൂൺ അപ്ഡേറ്റ് എന്ന രീതിയിൽ ഇന്ന് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സി എങ്ങനെയാണ് ഫുൾ മൂൺ നിങ്ങളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യാൻ സാധ്യത. ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ടുള്ള എനർജീസ് ആയിട്ട് നമുക്ക് ഈ കുറച്ച് 2 ദിവസത്തെ എനർജി ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, വരാനിരിക്കുന്ന 1-2 ദിവസം കൂടെയൊക്കെ ഇതിൻ്റെ എനർജി ഉണ്ടാവും ഫുൾ മൂണിൻ്റെ. ലെറ്റ്സ് സി എന്താണ് ഫുൾ മൂണിൻ്റെ എനർജിയിൽ കാണുന്ന മജീഷ്യൻ. ഓക്കെ, വേൾഡ് കാർഡ്, 10 of Pentacles, Judgment, Empress, Star and 5 of Wands, Knight of Cups. Okay, ഇവിടെ എനർജിയിൽ കാണുന്നത് ഒന്ന്, നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന രീതിക്കാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഓൾറെഡി. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണെന്ന് പറയാം ഫുൾ മൂൺ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അതിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നടക്കും എന്ന് പറയാം. ഈ എനർജീസ് ഇപ്പോൾ അങ്ങനെയാണ്. സോ നിങ്ങൾ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് വേൾഡ് കാർഡാണ്. സോ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലവർക്ക് ഒരു ട്രാവൽ എന്ന് പറയും, ചിലവർക്ക് ഇവിടെ മോസ്റ്റ്ലി നമ്മൾ പറയുന്നത് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൈക്കിൾ എൻഡായിട്ട് എന്തെങ്കിലും പുതിയ തുടങ്ങുന്ന കാര്യങ്ങളായിരിക്കും പറയാം. അപ്പോൾ ചില മാറ്റങ്ങളുടെ ഒരു സമയമാണെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നും പറയാം. ഓക്കെ, ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, ആൻഡ് 10 of Pentacles നമ്മുടെ ഹാപ്പി ഫാമിലി, ഹാപ്പി ലൈഫ് എന്ന രീതിക്ക് നമുക്ക് പറയാം, സന്തോഷങ്ങൾ എന്ന രീതിക്ക് പറയാം. അപ്പോൾ എവിടേക്കോ നിങ്ങളുടെ ലൈഫിൽ, അതായത് ഇപ്പോൾ ഇതുവരെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി കോൺഫ്ലിക്ട്സിൻ്റെ കാർഡ് ഉണ്ട് ഇവിടെ. ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി അതൊക്കെ ഒന്ന് സോൾവ് ആയിട്ട് ഇവിടെ ഹാപ്പി ഫാമിലി എന്ന ഹാപ്പി സമയങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, ഫാമിലിയിൽ, അല്ലെങ്കിൽ ഐ തിങ്ക് ഫാമിലി ലൈഫ് തന്നെ പറയണം. ഫാമിലി, വീട്ടിൽ എല്ലാവരുമായിട്ട് നിങ്ങൾ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. കുറച്ചുകൂടി ഒത്തൊരുമ വരുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ അതൊന്ന് സോൾവ് ആയിട്ട് മേ ബി അതായിരിക്കും എൻഡിങ് എന്ന് കണ്ടത് നമ്മൾ. കോൺഫ്ലിക്ട്സിൻ്റെ എൻഡിങ്, അതിനുശേഷം നിങ്ങളൊരു നല്ല ഹാപ്പി സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇവിടെ. സോ എവിടെയോ ഇത് നിങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായം വരുന്നതായിട്ട് എന്നും പറയാം. നമുക്ക് ജസ്റ്റിസിൻ്റെ കാർഡല്ല, എന്നാലും ജഡ്ജ്മെൻറ്റ്, യൂണിവേഴ്സായിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് എന്നും പറയാം. ഓക്കെ, കർമ്മ എന്നും പറയാം, നല്ല കർമ്മയുടെ ഫലമായിട്ട് എന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു നല്ല ഗ്രോത്ത് കരിയറിൽ അങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, എല്ലാം നമ്മളൊരു യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റ്, അതായത് കർമ്മ സമയത്തിൻ്റെ നല്ല ഒരു ഗുണമുള്ള ഒരു സമയം നിങ്ങൾക്ക് വരുന്നു എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കുന്നു എന്നും കാണുന്നുണ്ട്. സ്റ്റാർ കാർഡ്. ഓക്കെ, വീണ്ടും ഒരേ കാർഡാണ് പറയുന്നത്. മജീഷ്യനും സ്റ്റാർ കാർഡും ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് തീർച്ചയായിട്ടും നടക്കും. ഓക്കെ, അതിനുവേണ്ടി ചില മാറ്റങ്ങൾ വരണമായിരിക്കും, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ആ മാറ്റങ്ങൾ വരും എന്നും കാണുന്നുണ്ട്. ചില സൈക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവും, ആ സൈക്കിൾസ് മാറിയിട്ട് വേറെ പുതിയ സൈക്കിൾ തുടങ്ങുന്നതായിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ജഡ്ജ്മെൻറ്റ് നമ്മൾ അഗൈൻ ഞാൻ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മയുടെ ഫലമായിട്ട് നമുക്ക് നല്ല റിസൾട്ട്സ് നമ്മുടെ ലൈഫിൽ വരും എന്നൊക്കെ പറയാം. ഓക്കെ, ആൻഡ് ആരെങ്കിലുമായിട്ട് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോൺഫ്ലിക്റ്റിനൊരു റെസൊല്യൂഷൻ വരും എന്നും പറയാം. എന്ന് വെച്ചാൽ ആ കോൺഫ്ലിക്റ്റ് നിങ്ങൾ തമ്മിൽ ഒരു
സൊല്യൂഷൻ കിട്ടും. അതായത് ഒന്ന് സോൾവ് ആവും എന്ന് പറയാം. ആരെങ്കിലുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫൈറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ തമ്മിലൊരു ഒന്ന് ശരിയാവും. ഓക്കെ, നിങ്ങൾ തമ്മിലൊന്ന് പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്ത് രമ്യതയിലേക്ക് വരുമെന്ന് പറയാം. ഓക്കെ, അത് വല്ല ഫ്രണ്ട്സായിട്ടായിരിക്കാം, ആരെങ്കിലുമായിട്ട് ചിലപ്പോൾ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഇവിടെ കാണുന്നത് മെയിൻലി എനിക്ക് ഇവിടെ ഇതിനെക്കുറിച്ചാണ് ഫീൽ ചെയ്യുന്ന വേൾഡ് കാർഡാണ്. എന്ന് വെച്ചാൽ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്. എപ്പോഴും നമ്മൾ ഇത് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങളുടെ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക എന്നുകൂടി ആയിരിക്കാം. ഓക്കെ, മാറ്റങ്ങൾ വരുത്താനുള്ള സമയമാണ്. ഓക്കെ, നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുക. അതിന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഒന്നാമത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ ചില മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തണമായിരിക്കും. നിങ്ങളുടെ ചുറ്റുപാടും ചില മാറ്റങ്ങൾ വരുത്തണമായിരിക്കും. നിങ്ങളുടെ ശീലങ്ങളിൽ മാറ്റം എന്ന രീതിക്കൊക്കെ. ഓക്കെ, പക്ഷെ അതൊക്കെ മാറി വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി സമയങ്ങളാണ് എനിക്ക് കാണുന്നത്. ആരെങ്കിലുമായിട്ട് ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും ഉണ്ടാവും എന്ന് പറയുന്നത്. അങ്ങനെയാവാം. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ന്യൂ ഓഫർ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലവർക്ക് ന്യൂ ഓഫർ എന്നും പറയാം. എന്തെങ്കിലും ജോലി അങ്ങനത്തെ വല്ലതും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിലൊരു നല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ വരുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ എംപ്രസ് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഗ്രോത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ കരിയർ ഗ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ഗ്രോത്ത് എന്തെങ്കിലും രീതിയിൽ. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ഒരു മെച്യൂർഡ് ലെവലിൽ നിങ്ങൾ എന്തെങ്കിലും ഡീൽ ചെയ്യുന്നതും നിങ്ങളെ ഒരു ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഒരു ഗ്രോത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ സ്റ്റാർ ചിലവർ ഇവിടെ എംപ്രറും ഇതും കൂടി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങളെല്ലാവരും നോട്ടീസ് ചെയ്യുന്ന തരത്തിൽ നിങ്ങളൊരു സ്റ്റാർ എന്ന രൂപത്തിൽ നിൽക്കുന്നൊരു കാര്യമൊക്കെ ആയിരിക്കാം. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ നിങ്ങളുടെ കുറച്ച് മാറ്റങ്ങൾ മെയിൻലി ഇവിടെ എനിക്ക് ഇതും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കാർഡ് നമുക്ക് ഇത് മാത്രമാണ് ഇവിടെ നെഗറ്റീവ് കാർഡ് വന്നത്. സോ അതുകൊണ്ട് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഓക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് എൻഡായിട്ട് അതിലൊരു ലൈക്ക് ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സായിട്ട് കൊണ്ടുവരുന്നതായിട്ട്. അതായത് ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ മനസ്സിലാക്കി മേ ബി നിങ്ങളുമായിട്ടൊരു രമ്യത വരുന്ന പോലെയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ഫാമിലിയിൽ മേ ബി നിങ്ങളെ റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ടാവാം. നിങ്ങൾക്ക് എന്താ പറയുക അർഹിക്കുന്ന റെസ്പെക്ട് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. എന്തായാലും വളരെ പോസിറ്റീവാണ് ശരിക്കും ഫുൾ മൂൺ. ഈ ഫുൾ മൂൺ ഐ തിങ്ക് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് വരുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. സോ എന്ത് തന്നെ നിങ്ങൾ സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഐ തിങ്ക് അതിലൊരു ചേഞ്ചും മാറ്റങ്ങളും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാണാം. ചിലപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ ആരെങ്കിലുമായിട്ട് കോൺഫ്ലിക്റ്റ് വരുമെന്നായിരിക്കും. പക്ഷേ ആ കോൺഫ്ലിക്റ്റ് വരുന്നത് നല്ലതിനാണ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യമായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ. ഞാനൊരു ഒരുപാട് ലോങ് ആക്കാനെന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെയും എനർജിയിൽ എന്തോ ഒരു സുഖമില്ലാത്തൊരു ഫീലിംഗ് ഉണ്ടെന്ന്, അതുകൊണ്ടാണ്. ഓക്കെ, it's time to release negativity, a time for healing. Your hard work is paying off. Justice judgment കാർഡ് ഇതാണ് ഞാൻ പറഞ്ഞത്. Have faith in your dreams. Yes, ആഗ്രഹങ്ങൾ അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. ഓക്കെ, ദ എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം എന്നുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചില എനർജീസ് നിങ്ങൾ അതായത് സ്ലോ ആയിട്ട് കാര്യങ്ങൾ പോകണു മുന്നോട്ട് നീങ്ങുന്നേ ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു മാറ്റം വരുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വിൻ വിൻ ഔട്ട്കം വരുന്നുണ്ട്. നിങ്ങൾക്കൊരു വിൻ വരുന്നുണ്ട് എന്തെങ്കിലും സിറ്റുവേഷനിൽ. ചിലവർക്ക് ഇവിടെ നമ്മുടെ ജസ്റ്റിസിൻ്റെ കാർഡുണ്ട്. എന്തെങ്കിലും കോർട്ട് കേസ് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിൻ വരും എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായം, ഞാൻ ഓൾറെഡി പറഞ്ഞു, ന്യായമായത് നിങ്ങൾക്ക് കിട്ടും, അർഹിക്കുന്നത് കിട്ടും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇവിടെ ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നിങ്ങൾ നെഗറ്റീവ് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് വിടാം. ഓക്കെ, എന്ത് തന്നെ കാര്യത്തിലായാലും ഓക്കെ, മൈൻഡിൽ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് തിങ്കിങ് വേണ്ട. കാര്യങ്ങൾ നടക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല തോന്നിക്കഴിഞ്ഞാൽ എനിക്കൊന്നും നടക്കില്ല അങ്ങനെ ചിന്തിക്കേണ്ട. ഓക്കെ, മാറ്റങ്ങൾ വരാൻ സമയമെടുക്കും അല്ലേ. സ്ലോലി അതാ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ ചേഞ്ചസ് വരും നിങ്ങളുടെ ലൈഫിലെന്ന്. അപ്പോൾ ആ ചേഞ്ചസ് ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മുന്നോട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ഹീലിംഗ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലായാലും ഫാമിലിയിൽ നിങ്ങളുടെ എല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് കുറച്ചൊരു ഹീലിംഗ്, എല്ലാവരും പരസ്പരം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക, അങ്ങനെ വരും. നിങ്ങളുടെ ഹെൽത്തിന് വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ ഹീലിംഗ് വരും നിങ്ങൾക്ക്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലായാലും ഇപ്പോൾ നിങ്ങളുടെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനത്തെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് റിക്വയർഡ് എന്നും പറയുന്നുണ്ട്.
ആൻഡ് ടൈം ഫോർ ഹീലിംഗ് എന്ന് കണ്ടപ്പോഴും എനിക്ക് നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആവും എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്ക് അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് നമ്മുടെ ജഡ്ജ്മെന്റ് കാർഡിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ അർഹിക്കുന്നത്, നിങ്ങൾ എന്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, നിങ്ങൾ നല്ല ചെയ്ത നല്ല കാര്യങ്ങൾക്കൊക്കെ, നിങ്ങളുടെ എഫേർട്ടിനൊക്കെ നല്ല റിസൾട്ടായിട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, ആൻഡ് ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ തയ്യാറാവുക. അതിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ആ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, നിങ്ങൾക്ക് നടക്കും, നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കും. സ്റ്റാർ കാർഡും ഉണ്ടായിരുന്നു, നമ്മുടെ മജീഷ്യനും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സാധിക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പേടികൾ ആദ്യം റിലീസ് ചെയ്ത് വിടുക, നെഗറ്റിവിറ്റി റിലീസ് ചെയ്ത് വിടുക. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് വേറെ പുതിയ ബിഗിനിങ് വരുമായിരിക്കും. സോ അതിനുള്ളത് നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാവുക. ഓക്കെ, എന്തും മാറ്റങ്ങളൊക്കെ വരുത്താൻ റെഡിയാവുക. അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ്. യെസ്, ചില അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾ വേണ്ടി വരും. മേ ബി ഇപ്പോൾ ആരെങ്കിലുമായിട്ട് കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അവരോടൊന്ന് കോംപ്രമൈസ് വേണ്ടി വരുമായിരിക്കാം. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോ പക്ഷെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ ഡ്രീംസ് തീർച്ചയായിട്ടും നടക്കും. നിങ്ങളുടെ ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് വരും. ഓക്കെ, എല്ലാം വരും. അതിൻ്റെതായ സമയങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ റിസൾട്ടും യൂണിവേഴ്സ് തരും. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ചില സമയത്ത്, പക്ഷെ അപ്പോഴേക്കും അത് ഡെസ്പായി പോകരുത്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ഫുൾ മൂണൊക്കെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. എനർജീസ് സാരില്ല, അതൊക്കെ വന്നും പോയിക്കൊണ്ടും ഇരിക്കും. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് ശരിയാവും. ഓക്കെ, എല്ലാവർക്കും പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.